നമസ്കാരം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുകളുണ്ടാവുകയുള്ളൂ എന്ന വചനം നമുക്കറിയാം. പക്ഷേ അതിന് അനുയോജ്യമായ ആതുരാലയങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അത്തരത്തിൽ ഒരു പതിറ്റാണ്ടിലേറെ ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഏറെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിനെയാണ് ഇന്ന് ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. ശ്രീ ആഞ്ജനേയ മെഡിക്കൽ സെൻറ്റർ കവിയൂർ. ഇതിൻ്റെ ബ്രാഞ്ച് നമ്മുടെ കോട്ടയം പേരൂരും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സേവനങ്ങൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം. അറിയാം, പറയാം, കമാൺ. ശ്രീ ആഞ്ജനേയ മെഡിക്കൽ സെൻറ്റർ പേരൂരാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ചീഫ് മെഡിക്കൽ ഓഫീസർ റോണൻ വർഗീസ് സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാറിനെ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പേരൂരിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണുള്ളത്, എന്തൊക്കെ ചികിത്സകളാണ് ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്? നമ്മളെ ഇവിടെ റെഗുലർ OP ബേസിസിലാണ് ഇവിടെ ചികിത്സകൾ നടത്തുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് ഇവിടെ സേവനം ഉള്ളത്. ഇവിടെ നമുക്ക് എല്ലാ നമ്മളെ OP ബേസിസിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കേസുകളും ഇവിടെ ഹാൻഡിൽ ചെയ്യും. പിന്നെ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ECG എടുക്കാൻ, പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. ഒട്ടുമിക്ക എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും തൊട്ടപ്പുറത്തൊരു ലാബുണ്ട്. ആ ലാബിൽ നമുക്ക് എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്, ഒട്ടുമിക്ക എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ്, അതായത് നമ്മൾ സൂച്ചർ ഇടുക, അല്ലെങ്കിൽ മുറിവിന് നമ്മൾ വൂണ്ട് ഡ്രസ്സ് ചെയ്യുക, അങ്ങനത്തെയുള്ള എല്ലാ സേവനങ്ങളും, അങ്ങനെ ചെറിയ ചെറിയ സേവനങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. എമർജൻസി കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി നമുക്ക് ഇവിടെ പറ്റുന്നതെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള വലിയ കാഷ്വാലിറ്റി ഉള്ള ഹോസ്പിറ്റലിലെല്ലാം നമ്മൾ റെഫർ ചെയ്യുന്നതായിരിക്കും. ശരി. നമ്മളെ ലാബിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ എത്ര മണി മുതൽ എൻ്റെ പ്രവർത്തന സമയം? ലാബ് നമുക്ക് രാവിലെ 6:30 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം രാവിലെ 6:30 മുതൽ വൈകുന്നേരം ഒരു 7 മണി 7:30 വരെ ഉണ്ടാവും. ശരി. കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടോ? ഇപ്പോൾ കിടത്തി ചികിത്സയില്ല. അത്യാവശ്യം നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തതൊന്നും നമ്മളിവിടെ നിൽക്കില്ല. അതെ, അത്യാവശ്യം നമ്മളെ കേസുകൾ ഇവിടെ എങ്ങനെ നമുക്ക് ഡോക്ടേഴ്സിന്റെ കയ്യിൽ ഒതുങ്ങാത്തതായി ഒന്നുമില്ല. ദൈവത്തിന്റെ കരങ്ങൾ എന്നാണ് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ മനുഷ്യന്മാരല്ലേ. അതെ അതെ, തീർച്ചയായും. നമുക്ക് ഞങ്ങൾ കാണുന്നത് നിങ്ങളെ ദൈവിക തുല്യമായിട്ടാണ്. അതെ, നമുക്ക് ഡോക്ടേഴ്സ് ആണെങ്കിലും നമ്മൾ നിൽക്കുന്ന ആ ക്ലിനിക്കിനോ ഹോസ്പിറ്റലിനോ ഓരോ പരിമിതികളുണ്ട്. തീർച്ചയായും. അപ്പോൾ ആ പരിമിതികളനുസരിച്ച് നമുക്ക് മാക്സിമം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് മെയിനായിട്ടുള്ളത്? ഇവിടെ ഞാൻ ഒരു ജനറൽ ഫിസിഷ്യനായിട്ടാണ് സാധാരണ വരുന്ന കേസുകളുണ്ട്. പിന്നെ ഇവിടെ 2 വേറെ ഡോക്ടേഴ്സ് ഉണ്ട്. അവർ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് വരുന്നത്. അഭിജിത്ത് ഡോക്ടർ കൺസൾട്ടൻറ്റ് ഫാമിലി മെഡിസിൻ ആണ്. ചിപ്പി ഡോക്ടർ കൺസൾട്ടൻറ്റ് ഡയബറ്റോളജിസ്റ്റാണ്. ശരി. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട്. MD ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ ചോദിക്കണം. നല്ല പേരൂരെ കാര്യങ്ങൾ പറഞ്ഞ റോണൻ വർഗീസ് സാറിന് പ്രത്യേക നന്ദി. താങ്ക് യു. ഓക്കെ. ആഞ്ജനേയ മെഡിക്കൽ സെൻറ്ററിൻ്റെ MD ബഹുമാനീയ ഡോക്ടർ അഭിജിത്ത് ആനന്ദാണ് എന്നോടൊപ്പം ഉള്ളത്. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ശരിക്കും നമുക്ക് ശ്രീ ആഞ്ജനേയ മെഡിക്കൽ സെൻറ്റർ, അതെ, നമുക്ക് എവിടേക്കാണ് ഈ സ്ഥാപനങ്ങളുള്ളത് സാർ? നമുക്ക് 2 സ്ഥാപനങ്ങളാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഒന്ന് ശ്രീ ആഞ്ജനേയ ഡയബറ്റിക് ആൻഡ് മെഡിക്കൽ സെൻറ്റർ കവിയൂർ തിരുവല്ലയിലും, ശ്രീ ആഞ്ജനേയ മെഡിക്കൽ സെൻറ്റർ പേരൂർ ഏറ്റുമാനൂരാണ് ഇപ്പോൾ ഉള്ളത്. ശരി. ഈ ആതുര സേവനം എന്ന് പറയുന്നത് ശരിക്കും ഡോക്ടേഴ്സിനെയൊക്കെ ഞങ്ങൾ കാണുന്നത് ഒരു ദൈവിക സ്പർശം, ദൈവത്തിൻ്റെ കരങ്ങളായിട്ടാണ് കാണുന്നത്. ഈ ഒരു ആതുര സേവന രംഗത്തേക്ക് തങ്ങൾ കടന്നു വരാനുള്ള ഒരു പ്രചോദനം എന്താണ്? പ്രചോദനം എന്ന് വെച്ചാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഒരാൾ എഞ്ചിനീയർ അല്ലെങ്കിൽ എന്തെങ്കിലും മാതാപിതാക്കൾ പറയുകയും പിന്നെ അതിലേക്ക് നമുക്ക് കൂടുതൽ ആഗ്രഹം തോന്നിയപ്പോഴാണ് ഇങ്ങനൊരു ഫീൽഡിലേക്ക് തരാം എന്ന് കടന്നു വരാൻ ആഗ്രഹിച്ചതും വന്നതും. ഞാൻ പേഴ്സണാലിറ്റി ചോദിച്ചാണത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിപ്പം നമ്മൾ കവിയൂരാണ് മെയിനായിട്ടും തുടങ്ങിയത് അല്ലേ, ഹെഡ് ഓഫീസ്? ഇപ്പോൾ 10 വർഷമാകുന്നു കവിയൂർ. അവിടെ നമുക്ക് കിടത്തി ചികിത്സാ സൗകര്യങ്ങളുണ്ട്. എന്തൊക്കെ സേവനങ്ങളാണ് അവിടെ ഉള്ളത്? നമ്മൾ ഈ ഒരു ഫീൽഡ്, ഞാനിപ്പം 2012
പാസ് ഔട്ട് ആകുന്നത്. ഇപ്പോൾ ഏകദേശം 13 വർഷത്തോളമായി. തുടക്കം കേരളത്തിലെ വലിയ വലിയ ഹോസ്പിറ്റൽ, ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ്, മുത്തൂറ്റ് ഹോസ്പിറ്റൽസ്, അങ്ങനെ പല പല ഹോസ്പിറ്റൽ വർക്ക് ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് തെളിഞ്ഞതാണ്. തെളിഞ്ഞതാണെന്ന് വേണമെങ്കിൽ പറയാം. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ പൊതുവേ ആ സമയത്ത് ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത് 2016 സമയങ്ങളിലാണ് തുടങ്ങുന്നത്. ആ സമയങ്ങളിൽ പൊതുവെ ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നു, സമയനഷ്ടം, ചെറിയ ചെറിയ ഫെസിലിറ്റീസ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം ഒരു പോളിക്ലിനിക്, മൾട്ടി സ്പെഷ്യാലിറ്റി പോളിക്ലിനിക് എന്നൊരു ഐഡിയ അത് മനസ്സിൽ തോന്നുകയും അതിൽ ഒരു ചെറിയൊരു സെൻറ്ററിൽ തന്നെ ഡോക്ടറുടെ സേവനം എപ്പോഴും ലഭ്യമാകുകയും അതും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സായിട്ട് തന്നെ ലാബ് സേവനങ്ങൾ, ECG, ഒരു അത്യാവശ്യം ഒരു മുറിവ് തുന്നിക്കെട്ടുകയും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതും ഒരു 24 മണിക്കൂർ ഒബ്സർവേഷൻ പോലെ ഒരു ഫെസിലിറ്റി ചെയ്താൽ കൊള്ളാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി എന്താ പറയുക മുമ്പോട്ട് ഇറങ്ങുകയും ഞാനും എൻ്റെ ഭാര്യയും കൂടെയാണ് ഇതിൽ കൂടി ഒരു ഐഡിയ, ഡോക്ടറുണ്ട്, അദ്ദേഹം ഡയബറ്റോളജിസ്റ്റാണ്. അങ്ങനെയാണ് ഇതിലോട്ട് ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ വരുന്നത്. തുടക്കം വളരെ മിനിമലായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. ഇപ്പം പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നു. മറ്റ് എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കവിയൂരുള്ളത്? കവിയൂർ ഇപ്പം നമുക്ക് ഡയബറ്റോളജിയാണ് മെയിനായിട്ടുള്ളത്. ഫാമിലി മെഡിസിൻ ഉണ്ട്, ജനറൽ ഫിസിഷ്യൻ ഉണ്ട്, പൾമനോളജി ഉണ്ട്, പീഡിയാട്രിക്സ് ഉണ്ട്, ENT ഡെർമറ്റോളജിയും ഉണ്ട്. ഉടൻ തന്നെ ഞങ്ങൾ ഓർത്തോപീഡിക്സ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് ശരി. അതേപോലെ ഇനി നമ്മൾ നേരെ പെരൂരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പെരൂർ ബ്രാഞ്ചാണ് അല്ലേ? ബ്രാഞ്ചായിട്ട് തുടങ്ങിയത്. അതെന്നാണ് തുടങ്ങിയത്? അതിപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം 7 ദിവസം ആകുന്നതേ ഉള്ളൂ. കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ 26-ാം തീയതിയാണ് ഇതിൻ്റെ ഓപ്പണിങ്. എന്തായാലും ഗംഭീര തുടക്കമാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്കുള്ളത്? അവിടെ ഇപ്പോൾ ജനറൽ ഫിസിഷ്യൻ ഉണ്ട്, ഫാമിലി മെഡിസിൻ, ഡയബറ്റോളജിയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളത്. അപ്പോൾ ശ്രീ ആഞ്ജനേയ മെഡിക്കൽ സെൻ്ററിൻ്റെ മെഡിക്കൽ ഡയറക്ടർ ശ്രീ ചിപ്പി രാജീവ്, ഡോക്ടർ ചിപ്പി രാജീവാണ് എന്നോടൊപ്പം ഉള്ളത്. മാഡം നമസ്കാരം. നമസ്കാരം. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗത്തിൽ ഏറ്റവും പ്രധാനമാണ് ഡയബറ്റിക്. അതെല്ലാവർക്കും ഉണ്ട് അല്ലേ? അതെ. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊന്ന് നമുക്ക് മാറ്റിവെക്കാൻ പറ്റും? നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡയറ്റാണ്. എക്സസൈസ് ഇല്ലായ്മ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ ആൾക്കാർക്ക് അറിയില്ല എന്ത് ഭക്ഷണം കഴിക്കാം, ഏത് പച്ചക്കറി കഴിക്കാം, ഏത് ഫ്രൂട്ട്സ് കഴിക്കാം, ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരമാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞതെന്നുള്ളതിനെ പറ്റി ആൾക്കാർക്കൊരു അവയർനെസ് ഇല്ല. അപ്പം നമ്മൾ കൂടുതലും അരിയാഹാരം ഒരു നേരമാക്കി കുറച്ചുകൊണ്ട് രാവിലത്തെയും വൈകുന്നേരത്തെയും റവ കൊണ്ടുള്ളതോ ഓട്സ് കൊണ്ടുള്ളതോ മില്ലറ്റ്സ് കൊണ്ടുള്ളതോ സാധനങ്ങൾ കഴിക്കുവാണെങ്കിൽ ആഹാരത്തിൽ നിന്നുള്ള ഷുഗർ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ വെജിറ്റബിൾസിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മണ്ണിനടിയിൽ ഉണ്ടാകുന്നത് വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റില്ല. എല്ലാ വെജിറ്റബിൾസും കഴിക്കാൻ പറ്റില്ല. മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ചേന, ചേമ്പ്, കാച്ചിൽ, കിഴങ്ങ്, കൂർക്ക, കപ്പ അങ്ങനത്തെ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കണം. അതിനോടൊപ്പം ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയ പച്ചക്കറികളാണ്, അതും ഒഴിവാക്കണം. ഫ്രൂട്ട്സിലും നിയന്ത്രണമുണ്ട്. നമ്മുടെ നോർമലായിട്ട് സീസണലായിട്ടുള്ള പഴം, ഏത്തപ്പഴം, മാങ്ങ, ചക്ക, ഓമയ്ക്ക, പൈനാപ്പിൾ, തണ്ണിമത്തനൊക്കെ മധുര കൂടുതലുള്ള പഴവർഗ്ഗങ്ങളാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്, അത് ഒഴിവാക്കുക. പിന്നെ നാരുകളടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം. സിട്രസ് ഗ്രൂപ്പ് ഓഫ് ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കാം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നാരങ്ങയോ അല്ലെങ്കിൽ മൂസമ്പി, ഓറഞ്ച്, ആപ്പിൾ, അതൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ലോ ആയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ്, അത് കൂടുതലായിട്ട് കഴിക്കാം. പിന്നെ പ്രോട്ടീൻസ് കഴിക്കാം. അത് നമ്മുടെ മൈക്രോ ആൽബുമിനൂറിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് കഴിക്കുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല. പിന്നെ മധുരപലഹാരങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സസൈസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനാർക്കും സമയമില്ല. ഇല്ല, ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഡെയിലി, ഒരു വീക്ക്ലി ഒരു 150 മിനിറ്റ്സ് എങ്കിലും ഒരു എക്സസൈസിനായിട്ട് നമ്മൾ മാറ്റിവെക്കണം. പിന്നെ നമ്മൾ ടെസ്റ്റുകളെല്ലാം 3 മാസം കൂടുമ്പോൾ HbA1c, യൂറിൻ മൈക്രോ ആൽബുമിൻ, കൊളസ്ട്രോളിൻ്റെ പ്രൊഫൈൽസ്, ക്രിയാറ്റിൻ, യൂറിയ, അങ്ങനത്തെ കിഡ്നി ഫംഗ്ഷനുകളൊക്കെ നോക്കുന്നത് വളരെ നന്നായിരിക്കും. ഇയർലി ഒരു ഐ ടെസ്റ്റും കാർഡിയാക് ചെക്കപ്പും വളരെ നല്ലതാണ്. അതേപോലെ ഈ ഡയബറ്റിക് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മുതൽ എല്ലാ പ്രായക്കാർക്കും വരാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ഒരു പേഴ്സണലി ഒരു സംശയമാണ്, നമ്മളിപ്പോൾ ഇൻസുലിൻ എടുത്തു തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം മുഴുവനും ഇൻസുലിൻ എടുക്കേണ്ടതായ ഒരു അവസ്ഥ വരുമോ? അങ്ങനെയല്ല. ഇൻസുലിൻ എന്ന് പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇൻസുലിൻ തന്നെയാണ്. പക്ഷേ ആൾക്കാർക്ക് കൂടുതലും ഇൻസുലിൻ എടുക്കാൻ ഇഞ്ചക്ഷൻ്റെ ഭയവും അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ ഏത് അസുഖമുള്ളവർക്കും സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് ഇൻസുലിൻ തന്നെയാണ്. ഇൻസുലിൻ എടുക്കാൻ തുടങ്ങിയാൽ ഇൻസുലിൻ തന്നെയെന്നില്ല, നമുക്ക് അനുസരിച്ചാണ്. ടൈപ്പ് 1 ഡയബറ്റിക്സിന് കൂടുതലും ഇൻസുലിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് 2ക്ക് നമ്മൾ ഐദർ ഇൻസുലിൻ അല്ലെങ്കിൽ OHA, ഓറൽ ഗ്ലൈസീമിക് ഏജൻറ്റ്സ് ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഡയബറ്റിക്കിനെ കുറിച്ച് വളരെ മനോഹരമായ രീതിയിലാണ് ഞങ്ങൾക്ക് അറിവ് പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇനി അറിയാനുള്ളത്. അഭിജിത്ത് സാർ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. സാറ് പേഷ്യൻ്റെ അടുത്താണ്.
അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ കയറി വന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ ചോദിക്കട്ടെ. മാഡത്തിന് പ്രത്യേകം നന്ദി. ഓക്കെ, താങ്ക് യു. നമ്മുടെ കൺസൾട്ടിങ് ടൈം രണ്ടിടത്തും വ്യത്യാസമുണ്ടോ? ഇപ്പോൾ കവിയൂരായാലും പേരൂരായാലും വ്യത്യാസമുണ്ടോ? ഉണ്ട്, വ്യത്യാസമുണ്ട്. കവിയൂർ ഇപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. 24 മണിക്കൂറും ഡോക്ടർ സേവനം ഉണ്ടാകും. പിന്നെ കൺസൾട്ടൻസ് വന്ന് പോകുന്നതിൽ OP ടൈമിൽ ഫിക്സ് ചെയ്താണ് പോകുന്നത്. പേര് ഇപ്പോൾ തുടക്കം എന്ന നിലയിൽ 8 മണി തൊട്ട് 8 മണി വരെ, അതായത് 12 മണിക്കൂറാണ് ഇപ്പം നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങുന്നത്. എന്നാൽ ഉടൻ തന്നെ അത് 24 മണിക്കൂറിലേക്ക് നമ്മൾ ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. ശരി. പേരൂർ ഞാൻ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞത് മനോഹരമായ ലാബ്, അവിടുത്തെ ആളുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് വലിയൊരു സേവനമാണ് താങ്കൾ തന്നിരിക്കുന്നത്, ആ ഡോക്ടർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്, പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ലാബിൻ്റെ സേവനങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് രണ്ടിടത്തും ഫുൾ ഫ്ലെക്സിബിൾ ലാബ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കമ്പ്യൂട്ടേഴ്സ് ലാബാണുള്ളത്. എല്ലാവിധ ടെസ്റ്റുകളും നമ്മൾ അവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനനുബന്ധമായി ECG ഉൾപ്പെടെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത് ശരി. അതുപോലെ നമ്മൾ ഒരു ജനറലായിട്ട് ഞാൻ ചോദിക്കാം, നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആളുകൾ ഒട്ടും ശ്രദ്ധിക്കാറില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡോക്ടർ എന്ന രീതിയിൽ താങ്കൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്? നമ്മുടെ ഡെയിലി ലൈഫ് തന്നെയാണ്. നമ്മുടെ ആഹാര രീതി, ഇപ്പോഴത്തെ ഉറക്കമില്ലായ്മ, സ്ട്രെസ്സ്, ഇതൊക്കെ തന്നെയാണ് കൂടുതലും ഞങ്ങൾക്ക് ഉൾപ്പെടെ അനുഭവിക്കുന്ന കാര്യങ്ങൾ. അതൊക്കെ തന്നെയാണ്. ഡയബറ്റിക് 24 മണിക്കൂർ സേവന സന്നദ്ധരായിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ അല്ലേ? സേവനം കുടുംബം എല്ലാം വരുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ആവുമല്ലോ. അപ്പം ആരോഗ്യ മെയിനായിട്ട് വേണ്ടത് ഫുഡും കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കുക, സമയത്തുള്ള ആഹാര രീതി കറക്റ്റ് ആക്കുക, ഉറക്കം കറക്റ്റ് ആക്കുക, സ്ട്രെസ്സ് കൂടുതൽ എടുക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ പറയാം, നടക്കുന്നത് അറിയില്ല. അതാണ് ഏറ്റവും കാര്യം. ആതുര സേവനം എന്ന വലിയൊരു കാര്യം തന്നെയാണ്. ഇനി താങ്കളുടെ അംബിഷൻ എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് ഇതൊരു ചെയിനാക്കി കൊണ്ടുപോകണം താല്പര്യമുണ്ട്. ഉടൻ തന്നെ ഞാൻ താമസിക്കുന്ന മുത്തൂറാണ്, തിരുവല്ല. അടുത്ത തന്നെ ഒരു ക്ലിനിക്കിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഒരു 3 മാസത്തിലൂടെ ഒരു പുതിയൊരു ക്ലിനിക്ക് കൂടി തുടങ്ങാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. 5 എണ്ണം വരെ പോകാനാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു പ്ലാൻ. ശരി. അപ്പോൾ ആഞ്ജനേയ മെഡിക്കൽ സെൻ്ററിനെ കുറിച്ചുള്ള വളരെ വിശദമായ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു തന്നു. പ്രത്യേക നന്ദി പറയുകയാണ്. താങ്ക് യു. ആതുര സേവന രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ശ്രീ ആഞ്ജനേയ മെഡിക്കൽ സെൻ്ററിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ആതുര സേവനം എന്ന് പറയുന്നത് വലിയ ഒരു സേവനം തന്നെയാണ്. 24 മണിക്കൂറും നമുക്ക് ഡോക്ടറുടെ ഒക്കെ സേവനം എപ്പോഴും ആവശ്യമായി വരും. അപ്പോൾ മറ്റൊരു മനോഹര എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ക്യാമറമാൻ റിജോയ് പറവൂറിനും എൻ്റെയർ മീഡിയ ടീമിനുമൊപ്പം പ്രിയപ്പെട്ട ഡോക്ടർ അഭിജിത്ത് ആനന്ദിനുമൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.